നല്ല വീട് പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ. വീണ്ടും ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. സ്ത്രീകളുടെ ഇടയിൽ ഒരു വലിയ ഉണർവുണ്ടാകണം എന്നുള്ള ലക്ഷ്യത്തോടെ കർത്താവ് സഹോദരൻ മോഹൻ സി ലാസറസ് അവർക്ക് നൽകിയ ഒരു പദ്ധതിയാണ് ഈ നല്ല വീട് എന്ന പരിപാടി. ഈ പരിപാടിയിലൂടെ അനേകം കുടുംബങ്ങൾ നല്ല രീതിയിലാകാൻ കർത്താവ് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. നിങ്ങളും നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവച്ചു. അതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഇപ്പോൾ ഇന്ന് തന്നെ കർത്താവ് നിങ്ങളെ സമീപിച്ച് നിങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രശ്നം എന്തു തന്നെയായാലും അത് അകറ്റാൻ കർത്താവ് സർവശക്തനാണ്. വിശ്വസിക്കുവിൻ. അടുത്തതായി നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ജ്യോതി ചേച്ചി നാടകം. ചേച്ചി രമേശ്, എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. ഒന്ന് വരാമോ? വരാം ചേച്ചി. രമേശ്, ഇപ്പൊ എങ്ങനെയുണ്ട്? സാരമില്ല ചേച്ചി, പക്ഷേ പറ്റുന്നില്ല. എന്തോ ചീത്ത സ്വഭാവം വീണ്ടും ആരംഭിച്ചതുപോലെയുണ്ട്. പക്ഷെ എനിക്കിത് ഇഷ്ടമല്ലേ ചേച്ചി. രമേശ്, ഞാൻ നിനക്ക് വേദപുസ്തകത്തിൽ നിന്ന് ഉപദേശം തരാം, കേൾക്ക്. ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവിനെന്ന് ബൈബിൾ പറയുന്നുണ്ട്. അതുമാത്രമല്ല രമേശ്, മുമ്പിലത്തെ നടപ്പും വേണ്ട എന്ന് കർത്താവിന്റെ വചനം പറയുന്നുണ്ട്. യേശു നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നതിനു മുൻപ് നമുക്കുണ്ടായിരുന്ന ചീത്ത സ്വഭാവങ്ങൾ യേശു വന്നതിനു ശേഷം ഉണ്ടായിരിക്കരുത് രമേശ്. പഴയ അഴുക്കുള്ള വസ്ത്രങ്ങൾ ഊരി വലിച്ചെറിഞ്ഞ് പുതിയ വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കണം. അല്ലെങ്കിൽ തന്നെ നിന്റെ ഉള്ളിൽ കോപം, നീരസം, അസൂയ, ഭോഷ്ക്, കയ്പ് ഇതെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ യേശുവിന് നീ ഇടം കൊടുത്ത ഉടനെ എല്ലാത്തിനും മാറ്റമുണ്ടായി. ഇപ്പൊ എന്തിനാ നീ വീണ്ടും പഴയ സ്വഭാവം കൊണ്ടുവരുന്നത്? കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ചേച്ചി, പക്ഷേ അത് വീണ്ടും എന്നിലേക്ക് വരുന്നു. അതിന് മനോബലം വേണം രമേശ്. ഞാൻ യേശുവിന്റെ പൈതലാണ്, ഇനി യാതൊന്നിനും അടിമയാകില്ലെന്നുള്ള തീരുമാനം എടുക്കണം. ഇന്ന് ധാരാളം പേർ യേശുവിനെ സ്വീകരിച്ചു എന്ന് പറയാറുണ്ട്, എങ്കിലും സ്വഭാവത്തിൽ മാറ്റമേയില്ല. യേശുവിനെ സ്വീകരിക്കുന്നതിന് മുൻപും പാപം ചെയ്തിരുന്നു, യേശുവിനെ സ്വീകരിച്ചതിന് ശേഷവും പാപം ചെയ്യുന്നുണ്ട്. ഇതെന്തൊരു ജീവിതമാണ്! ഞാൻ രമേശിനോട് നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറയാം. അയാളെ കണ്ടാൽ തന്നെ എല്ലാവർക്കും പേടിയായിരുന്നു. നമുക്കെന്തിനാ ഈ വയ്യാവേലി എന്ന് പറഞ്ഞ് മാറിപ്പോകും.
ഏയ്, മര്യാദക്ക് കാശെടുക്ക്. ഈ പേടി വേണം. ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. എന്തു കാര്യമായാലും വഴക്കിനും വക്കാണത്തിനും പോകുന്ന ആള്. ഏയ് സാമുവേലേ, പോലീസ് സ്റ്റേഷനിലാണോ നീ പോകുന്നത്? പുറത്തോട്ട് വാടാ. 6 പേരിലാണോ നീ കംപ്ലൈന്റ് കൊടുക്കുന്നേ? കാശ് എടുക്കടാ. ഒരു ചായ തരാ. അതെ, കാശ്. കാശോ? ആരടുത്താടാ കാശ് വയ്ക്കുന്നത്? അങ്ങനെ ഇരുന്ന ആളിനെ ഒരു ദിവസം യേശു സമീപിച്ചു. അയാളുടെ സ്വഭാവത്തിലും ജീവിതത്തിലും മാറ്റമുണ്ടാക്കി. ആ സ്വഭാവമാണ് അന്നു മുതൽ ഇന്നുവരെ അയാൾക്കുള്ളത്. അതാരാണെന്നോ? മാലതിയുടെ അച്ഛൻ. ഇന്നും പുള്ളിക്കാരന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എതിർപ്പ്. എങ്കിലും വളരെ ക്ഷമയോടെ ഇരിക്കുന്നു, ശാന്തത പാലിക്കുന്നു, ആരോടും വഴക്കിനൊന്നും പോകുന്നില്ല. ഇത്രയും വർഷമായിട്ട് അദ്ദേഹത്തിനത് പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് രമേശിന് പറ്റുന്നില്ല? നിന്നെക്കൊണ്ടും സാധിക്കും. നിന്റെ കൂടെ നിന്ന് നിനക്ക് ശക്തി നൽകുന്ന യേശുവിനത് സാധിക്കും. സാറേ, എന്നോട് ക്ഷമിക്കണം സാറേ. സാർ ആരാന്ന് മനസ്സിലാക്കാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. എന്നോട് ക്ഷമിക്കണം സാറേ. നീ പറഞ്ഞതൊന്നും ഞാൻ അത്ര വലിയ കാര്യമാക്കിയില്ലടോ. ഒരു പ്രശ്നമില്ല. നീ അകത്തേക്ക് പോ. ചെന്ന് നിന്റെ ജോലി നോക്ക്. ചെല്ലേ. ശരി സാറേ. ആ ആ ചേട്ടാ, ഇന്ന് ചേട്ടാ, ചേട്ടന് വണ്ടിയുടെ ചാവി. ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ അറിയാതെ സംസാരിച്ചു പോയതാ. ചേട്ടന്റെ കൈ കാശ് വരുമ്പോ ചേട്ടൻ തന്നാ മതി. എന്താ സുരേഷ്, സുഖമായിരിക്കുന്നോ? ആ, സുഖമായിട്ടിരിക്കുന്നു ചേച്ചി. നിന്നെക്കുറിച്ച് ഒരു കാര്യം ഞാൻ അറിഞ്ഞല്ലോ. എന്ത്? എന്നെ കുറിച്ചോ? അതെ സുരേഷ്. പറയൂ ചേച്ചി, എന്താ കാര്യം? ഏതോ ഒരു പെൺകുട്ടിയുടെ കൂടെ കറങ്ങി നടക്കുന്നുണ്ടെന്ന് കേട്ടു. സത്യാണോ? സുരേഷ്, തെറ്റ് ചെയ്യരുത്. നിന്റെ ജീവിതം ഇനി സ്റ്റഡി ആയിട്ടില്ല.
നിനക്കൊരു കുടുംബം ഉള്ളതാ. അതൊക്കെ ശരിയാവും ചേച്ചി. സുരേഷ്, നീ പോകുന്ന പാത ഒരുപക്ഷെ നിന്നെ പടുകുഴിയിലേക്ക് നയിച്ചാൽ നിനക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല. അങ്ങനെയൊന്നും സംഭവിക്കില്ല ചേച്ചി. സുരേഷ്, നിന്റെ നല്ലതിനാ ഞാൻ പറയുന്നത്. ആലോചിച്ച് ചെയ്യേ. ശരി ചേച്ചി. ഞാനാ രമേശാണെന്ന് വിചാരിച്ചോ? പറഞ്ഞ ഉടനെ അങ്ങ് കേൾക്കാൻ. പ്രിയമുള്ളവരെ, ജ്യോതി ചേച്ചി നാടകം കണ്ടില്ലേ? നിങ്ങൾക്ക് പ്രയോജനമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ അനുഗ്രഹത്തിനായി ദൈവത്തിന്റെ വചനം പങ്കുവച്ച് പ്രാർത്ഥിക്കാൻ സഹോദരി നമ്മോടൊപ്പമുണ്ട്. പ്രാർത്ഥനയോടെ ദൈവ സന്ദേശം കേൾക്കുക. കർത്താവ് തീർച്ചയായും ഇന്ന് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. ഇന്നേ ദിവസം ഈ നല്ല വീടെന്ന പരിപാടിയിലൂടെ നിങ്ങളോടൊപ്പം ചേർന്ന് കർത്താവിന്റെ വചനം പങ്കുവെക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കർത്താവിന്റെ കൃപ കൊണ്ട് നിങ്ങളെല്ലാവരും സുഖമായി ഇരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കർത്താവായ യേശു നമ്മെ ഓരോ ദിവസവും വഴി നയിക്കുന്നുണ്ട്. ആവശ്യമുള്ള ഉപദേശങ്ങൾ തന്ന് നമ്മെ വഴി നയിച്ചു കൊണ്ടുപോകുന്ന കർത്താവാണവൻ. അവൻ വലിയവനാണ്, സ്നേഹമുള്ളവനാണ്, നമ്മെ വഴി നയിക്കുന്നു. ഇന്നേ ദിവസം കർത്താവിന്റെ വചനം നമ്മോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുക എന്നാണ് പറയുന്നത്. പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുക എന്ന് ബൈബിളിലൂടെ കർത്താവിന്റെ വചനം നമ്മെ ഉപദേശിക്കുകയാണ്. കൊലോസ്യർ 3-ാം അധ്യായം 9-10 വചനങ്ങൾ നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ, പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. കർത്താവിന്റെ വചനം വ്യക്തമായി പറയുന്നുണ്ട്, പഴയ മനുഷ്യനെയും അവന്റെ പ്രവൃത്തികളെയും ഉരിഞ്ഞു കളയണം എന്ന്. പഴയ മനുഷ്യനെ ഉപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, പഴയ മനുഷ്യന്റെ പ്രവൃത്തികൾ അതെല്ലാം നമ്മൾ ഉപേക്ഷിക്കണമെന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്. അതായത് പഴയ മനുഷ്യന്റെ ജീവിതം, അവന്റെ പ്രവൃത്തികൾ, പഴയ പാപപ്രവൃത്തികളെ നാം ഉപേക്ഷിക്കേണ്ടതാണ്. എത്രയും വേഗം കർത്താവിന്റെ തിരിച്ചുവരവുണ്ട്. കർത്താവായ യേശു നമ്മെ പരിശുദ്ധവാന്മാരാക്കുന്ന ദൈവമാണ്. ഇന്ന് കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ഉപദേശം എന്താണെന്ന് വെച്ചാൽ, പഴയ പാപപ്രവൃത്തികളെ നിങ്ങൾ ഉരിഞ്ഞു കളഞ്ഞ് പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കണം എന്നാണ് കർത്താവ് നമ്മെ ഉപദേശിക്കുന്നത്. അപ്പോൾ പഴയ മനുഷ്യനെയും അവന്റെ പ്രവൃത്തികളെയും കളയുന്നത് എങ്ങനെ എന്ന് നാം നോക്കുകയാണെങ്കിൽ, കൊലോസ്യർ 3-ാം അധ്യായം 5 മുതൽ 9 വചനം വരെ അതിനെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ എന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്. അതുകൂടാതെ 8-ാമത്തെ വചനം വായിച്ചു നോക്കിയാൽ, ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവ ഒക്കെയും വിട്ടുകളവിൻ എന്നാണ് വചനം വ്യക്തമായിട്ട് ഇവിടെ പറയുന്നത്. അന്യോന്യം ഭോഷ്ക് പറയരുത്, പഴയ മനുഷ്യനെയും അവന്റെ പ്രവൃത്തികളെയും ഉരിഞ്ഞു കളയുക എന്നാണ് ഇവിടെ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട കർത്താവിന്റെ മക്കളെ, ഇപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഉള്ളിൽ എത്രയോ കോപമുണ്ട്, ദുർമോഹം പോലുള്ള സ്വഭാവങ്ങളുണ്ട്, അസൂയ, നമ്മുടെ വായിൽ നിന്ന് വരുന്ന ദൂഷണമായ വാക്കുകൾ, പരദൂഷണം, മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന വാക്കുകൾ. ഇവിടെ കർത്താവിന്റെ വചനം വ്യക്തമായി പറയുന്നുണ്ട്, ഇതുപോലുള്ള പഴയ പാപകാര്യങ്ങളെ ഉപേക്ഷിക്കുക, പുതിയ മനുഷ്യനെ നമ്മൾ ധരിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഈ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ നമ്മൾ ധരിക്കുമ്പോഴാണ് ദൈവമായ കർത്താവിന് ഇഷ്ടമുള്ള ഒരു ജീവിതം ജീവിക്കാൻ സാധിക്കുക. നാം ചിന്തിച്ചു നോക്കണം. ഞാൻ വായിച്ചില്ലേ ഈ കൊലോസ്യർ 3-ാം അധ്യായം 5-ാം വചനം, അതുപോലെ 8ഉം 9ഉം വചനങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുദിനം ചെയ്യുന്ന ഈ പാപകാര്യങ്ങളെ വ്യക്തമായി കർത്താവ് ചൂണ്ടിക്കാണിക്കുകയാണ്. എത്രയോ കോപിക്കുന്ന ചുറ്റുപാടുകൾ, നീരസപ്പെടുന്ന സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇവയൊക്കെ ഉണ്ട്. വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, അത് കാരണം എത്ര പേർ വേദനിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പരദൂഷണം പറയുന്നു, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ വായിൽ നിന്ന് പുറപ്പെടുന്നു. ഇതെല്ലാം കർത്താവിന്റെ പരിശുദ്ധാത്മാവിന് അറപ്പാണ്. യേശു തന്റെ രക്തം എന്തിനു വേണ്ടിയാണ് ചൊരിഞ്ഞതെന്നോ
ഈ പഴയ പാപ സ്വഭാവങ്ങളെ, ഇത്തരം മോശമുള്ള സ്വഭാവങ്ങളെ ഉരിഞ്ഞു കളഞ്ഞ് നമ്മളെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം മാറ്റുന്നതിനായിട്ടാണ് പുതുക്കം പ്രാപിച്ച പുതിയ മനുഷ്യനായി നമ്മെ മാറ്റാൻ അവൻ ആഗ്രഹിക്കുന്നു. പുതിയ ഒരു സ്ത്രീയായി നമ്മെ മാറ്റാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങളുടെ കുടുംബങ്ങളിൽ എത്രയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, പോരാട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, ചുറ്റുപാടുകളെല്ലാം പ്രതികൂലമായി തീരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്? നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എങ്ങനെയുള്ളതാണ്? നമ്മുടെ സ്വഭാവങ്ങൾ എങ്ങനെയാണ് വെളിപ്പെടുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കണം. മറ്റുള്ളവരോട് നമ്മുടെ കോപം കാണിക്കുന്നുണ്ടോ? ദേഷ്യപ്പെടുന്ന വാക്കുകൾ അവരോട് പറയുന്നുണ്ടോ? അതുപോലെ പരദൂഷണം പറയുന്നുണ്ടോ? കർത്താവിന് മുൻപാകെ നാം സ്വയം പരിശോധിച്ചു നോക്കേണ്ടതാണ്. നമ്മുടെ ചിന്തകൾ എങ്ങനെയുള്ളതാണ്? നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്? നമ്മുടെ സ്വഭാവം എങ്ങനെയാണ് വെളിപ്പെടുന്നത്? അത് സ്നേഹത്തിന്റെ വെളിപ്പാടാണോ? അത് പരിശുദ്ധമായ വെളിപ്പാടാണോ എന്നൊക്കെ ചിന്തിച്ചു നോക്കണം. നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ മനസ്സിൽ തോന്നുന്നതാണ് വായിലൂടെ വാക്കുകളായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ അസൂയയും കുശുമ്പും ഇതുപോലെയുള്ള പലതരം ദുശീലങ്ങളും ഉണ്ടെങ്കിൽ അത് പുറത്തു വരുന്നത് നമ്മുടെ വാക്കുകളിലൂടെ പ്രകടമാകും. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ മക്കളായ നമ്മൾ ആ പഴയ മനുഷ്യനെയും അവന്റെ ആ പ്രവൃത്തികളെയും നമ്മൾ ഉരിഞ്ഞു കളയണം എന്നാണ് കർത്താവിന്റെ വചനം വ്യക്തമായി പറയുന്നത്. എങ്ങനെയാണ് അവ ഉപേക്ഷിക്കേണ്ടത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിലെ 6-ാം വചനം പറയുന്നു, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അപ്പോൾ ആ പഴയ മനുഷ്യനെ ക്രൂശിക്കപ്പെടണം. പഴയ പാപപ്രവൃത്തികളെ ക്രൂശീകരിക്കാൻ നാം സമ്മതിക്കണം. 1 പത്രോസ് 2:24 പറയുന്നു, നാം പാപം സംബന്ധിച്ചു മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി എന്ന് പറയുന്നു. എന്റെ പ്രിയപ്പെട്ട കർത്താവിന്റെ മക്കളെ, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു സ്വയം അവന്റെ ശരീരത്തിൽ നാം ചെയ്യുന്ന പാപങ്ങളെയെല്ലാം അവന്റെ ശരീരത്തിൽ ചുമന്നുകൊണ്ട് അവൻ ക്രൂശിന്മേൽ കയറി ഉയിർത്തെഴുന്നേൽക്കുകയും ചെയ്തു. നമ്മളെല്ലാവരും അത് വിശ്വസിച്ച് കർത്താവ് എനിക്ക് വേണ്ടി എന്റെ പാപങ്ങളെയെല്ലാം അവന്റെ ശരീരത്തിൽ ചുമന്നുകൊണ്ട് അവൻ എനിക്ക് വേണ്ടി മരിച്ച് രക്തം ചൊരിഞ്ഞു മരിച്ച് ഉയിർത്തെഴുന്നേറ്റവനാണ്. ആ രക്തം കൊണ്ട് ഞാൻ കഴുകപ്പെടുമ്പോൾ എന്റെ പഴയ പാപകാര്യങ്ങളെല്ലാം കഴുകപ്പെട്ട് ഒരു പുതിയ മനുഷ്യനായി ഞാൻ മാറുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. കർത്താവ് നമുക്ക് വേണ്ടി കുരിശിൽ സകല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഉപേക്ഷിക്കാനാവാത്ത പാപകാര്യങ്ങൾ നിങ്ങൾക്കുണ്ടോ? ഈ കോപം ഉപേക്ഷിക്കണം, ഇനി കോപിക്കാൻ പാടില്ലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും കോപിക്കുന്നുവല്ലോ. അയ്യോ, ഈ അസൂയയും കുശുമ്പും പാടില്ല, വിട്ടുകളയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവല്ലോ, എങ്കിലും അതിന് കഴിയുന്നില്ലല്ലോ എന്ന് നിങ്ങൾ വിഷമിക്കുകയാണോ? എന്റെ പ്രിയപ്പെട്ട കർത്താവിന്റെ മക്കളെ, കർത്താവിന്റെ ക്രൂശു മരണത്തെ നമ്മൾ വിശ്വസിച്ച് അവൻ നമ്മുടെ പാപങ്ങളെ ഏറ്റുവാങ്ങി നമുക്ക് വേണ്ടിയാണ് മരിച്ചത് എന്നുള്ള വിശ്വാസത്തോടെ അവന് മുൻപാകെ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നാം പ്രാർത്ഥിക്കേണ്ടതാണ്. അതാണ് സദൃശ്യവാക്യങ്ങൾ 28:13 പറയുന്നത്. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും എന്ന്. അതുപോലെ 1 യോഹന്നാൻ 1-ാം അധ്യായത്തിലെ 7, 8, 9 വചനങ്ങൾ വായിച്ചു നോക്കുക. യേശുക്രിസ്തുവിന്റെ രക്തമാണ് നമ്മുടെ സകല പാപങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നത്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ പാപങ്ങളെ ക്ഷമിച്ച് നമ്മുടെ എല്ലാ അന്യായങ്ങളെയും അകറ്റി നമ്മെ ശുദ്ധീകരിക്കാൻ അവൻ സർവശക്തനാണ്. നാം എല്ലാം ഏറ്റുപറയേണ്ടതാണ്. ഒരിക്കൽ ഒരു നല്ല സ്നേഹമുള്ള ഒരു യുവാവിനെ പ്രാർത്ഥിക്കാനായി എന്റെ അടുക്കൽ കൊണ്ടുവന്നു. ആ മാതാപിതാക്കൾ ദുഃഖത്തോടുകൂടിയാണ് മകനെ കൂട്ടിക്കൊണ്ടുവന്നത്. എന്തുകൊണ്ടാണെന്നോ, അവനില്ലാത്ത യാതൊരു ദുശ്ശീലവുമില്ല. മദ്യപാനം, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു, അതുപോലെ പല അശ്ലീലമായ ബന്ധങ്ങളുണ്ട്. അവന്റെ ജീവിതം തന്നെ വഴിതെറ്റിപ്പോയിരുന്നു. ദുഃഖത്തോടെയാണ് കൂട്ടിക്കൊണ്ടുവന്നത്. ഞങ്ങളുടെ ഈ ഒരു മകൻ കാരണം ഞങ്ങൾക്ക് എന്തൊരു കഷ്ടപ്പാടാണ്. എത്രയോ തവണ ഇവനു വേണ്ടി പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങി. ഞങ്ങൾക്ക് ഈ മകൻ കാരണമുള്ള ബുദ്ധിമുട്ട് താങ്ങാൻ പറ്റുന്നില്ല. കർത്താവ് എന്നാണ് ഞങ്ങളുടെ ഈ മകനെ ഒന്ന് മാറ്റുക എന്ന് പറഞ്ഞ് കണ്ണുനീരോടുകൂടി അവന്റെ അമ്മയും അപ്പനും കൂട്ടിക്കൊണ്ടുവന്നു. അവന്റെ അടുക്കൽ തന്നെ ഇരുന്ന് കർത്താവിന്റെ വചനങ്ങളെക്കുറിച്ച് വ്യക്തമായി അവനോട് പറഞ്ഞപ്പോൾ ആ മകന്റെ ഉള്ളിൽ കർത്താവ് ഒരു പാപബോധമുണ്ടാക്കി. അവൻ മദ്യപിക്കുമായിരുന്നു, ലഹരി വസ്തുക്കളും കഞ്ചാവും ഉപയോഗിച്ചു. ഇങ്ങനെയുള്ള പല ദുശ്ശീലങ്ങളും അവനുണ്ടായിരുന്നു. മാറ്റാനേ പറ്റില്ല, എന്റെ ജീവിതം ഇതോടെ അവസാനിച്ചു എന്ന് പറഞ്ഞ് അവന്റെ പേരൻസിനോട് അവൻ പറഞ്ഞിരുന്നു, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്ത് മരിച്ചുപോകും എന്ന് അവരോട് പറഞ്ഞ് അവൻ അവരെ പേടിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അത്തരമൊരു ചുറ്റുപാടിലാണ് അവനെ കൂട്ടിക്കൊണ്ടുവന്നത്. കർത്താവിന്റെ വചനം അവന് പ്രബോധിപ്പിച്ചപ്പോൾ അവൻ സ്വയം താഴ്ത്തി ദൈവം മുൻപാകെ തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്
കരഞ്ഞ് നിലവിളിച്ചു. അവന്റെ മാതാപിതാക്കൾക്ക് വളരെ സന്തോഷമായി. അവർ കർത്താവിനെ സ്തുതിച്ചു. അവന്റെ ഉള്ളിൽ ഒരു കുറ്റബോധം. ഇത്രയും വർഷമായിട്ട് 23 വർഷമായി അവന്റെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ പാപകാര്യങ്ങളെയും കർത്താവിന് മുൻപാകെ ഏറ്റുപറഞ്ഞ് അവൻ പ്രാർത്ഥിച്ചു. എന്താണ് നടന്നതെന്നറിയാമോ? കർത്താവ് അവന്റെ ഉള്ളിൽ ഒരു മാറ്റം കൊണ്ടുവന്നു. അവന്റെ ആ പഴയ പാപകാര്യങ്ങളെ എല്ലാം പൂർണ്ണമായും എടുത്തു കളഞ്ഞ് ഇന്ന് സൽസ്വഭാവിയായ ഒരു മകനായി, ഒരു ശുശ്രൂഷകനായി മാറ്റിയിരിക്കുന്നു. ഇന്ന് തന്നെ പോലെയുള്ള അനേകം ചെറുപ്പക്കാർക്ക് ട്രാക്സ് എടുത്തുകൊണ്ടുപോയി സുവിശേഷം അറിയിച്ചു വരികയാണ്. യേശു എനിക്ക് സ്വാതന്ത്ര്യം തന്നു, നിങ്ങൾക്കും സ്വാതന്ത്ര്യം നൽകുമെന്ന് പറഞ്ഞ് ആ മകൻ ഓരോ സ്ഥലങ്ങളിലും ചെന്ന് ശുശ്രൂഷ ചെയ്യുന്നവനാക്കി കർത്താവ് മാറ്റി. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, യുവജനങ്ങളെ, കർത്താവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. പഴയ മനുഷ്യനെയും അവന്റെ പ്രവൃത്തികളെയും ഉപേക്ഷിച്ചിട്ട് സ്വയം കർത്താവിനു മുൻപാകെ സമർപ്പിക്കുമ്പോൾ അവൻ തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിച്ഛായയിൽ, നമ്മെ സൃഷ്ടിച്ച കർത്താവിന്റെ പ്രതിച്ഛായ പ്രകാരം പരിപൂർണ ജ്ഞാനം തന്ന് പുതുക്കം പ്രാപിച്ച പുതിയ മനുഷ്യനെ നമ്മൾ ധരിക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയാമോ? നമ്മുടെ പാപങ്ങൾ മനസ്സിലാക്കി, കർത്താവെ, എനിക്ക് വേണ്ടി അങ്ങ് കുരിശിൽ രക്തം ചൊരിഞ്ഞില്ലേ, ആ രക്തം കൊണ്ട് എന്നെ കഴുകേണമേ എന്ന് പറഞ്ഞ് നമ്മൾ സ്വയം സമർപ്പിക്കുമ്പോൾ കർത്താവ് ആ പാപങ്ങളെല്ലാം അവന്റെ രക്തം കൊണ്ട് കഴുകുന്നതാണ്. നമ്മെ അവൻ പുതിയതാക്കും. പുതിയൊരു പുരുഷനായി, പുതിയൊരു സ്ത്രീയായി നമ്മെ മാറ്റും. ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ സ്വയം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. എത്രയോ കാലങ്ങളായി ഉപേക്ഷിക്കാൻ പറ്റാത്ത പാപങ്ങളുമായി ഇന്ന് നിങ്ങൾ ജീവിക്കുകയായിരിക്കാം. ഇത് മാറണം, ഈ സ്വഭാവം എനിക്ക് വേണ്ട എന്ന് പലപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്, ഉപേക്ഷിക്കാൻ പ്രയത്നിക്കുന്നുമുണ്ട്. എങ്കിലും നിങ്ങൾക്ക് പറ്റുന്നില്ലല്ലേ? ഇന്ന് യേശു നിങ്ങളോട് സംസാരിക്കുകയാണ്. ആ യുവാവിന്റെ ഉള്ളിൽ ഒരു മാറ്റം കൊണ്ടുവന്ന യഹോവ ഇന്ന് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പഴയ പാപ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കുക. എവിടെയാണ് നാം വീണത്? എവിടെയാണ് നമ്മൾ പാപത്തിന് അടിമയായത്? അതാലോചിച്ച് പശ്ചാത്തപിച്ച് കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കുമ്പോൾ യേശു സത്യദൈവമായി അവന്റെ രക്തം കൊണ്ട് നിങ്ങളുടെ പാപങ്ങളെയെല്ലാം കഴുകി നിങ്ങളെ ശുദ്ധീകരിച്ച് നിങ്ങളെ പുതിയതാക്കി തീർക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ അവൻ നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. നിങ്ങളുടെ വീട്ടിലേക്ക് അവൻ വരികയാണ്. ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരായിരുന്നാലും ശരി, കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കുക. കർത്താവെ, ഞാൻ പാപിയാണ്, ഞാൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ പാപകാര്യങ്ങൾ, പാപശീലങ്ങൾ, പാപചിന്തകൾ എന്റെ ഉള്ളിലുണ്ട്. എന്നെ കഴുകണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി, അവൻ കഴുകും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവേ, പ്രിയപ്പെട്ട അങ്ങയുടെ ഈ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു യേശുവേ. ഈ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ട ഓരോ മക്കൾക്കായും സ്തോത്രം യേശുവേ. പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് പുതുക്കം പ്രാപിച്ച മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ എന്ന് വേദപുസ്തകം പറഞ്ഞിട്ടില്ലേ? അങ്ങ് ഞങ്ങളെ ഉപദേശിച്ചിട്ടില്ലേ യേശുവേ? ഇന്ന് ഇങ്ങനെ ഉപേക്ഷിക്കാനാവാത്ത പാപജീവിതത്തിൽ ജീവിക്കുന്ന ഓരോ മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ പാപിയാണ്, ഈ പാപം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കണേ എന്ന് ആരൊക്കെയാണോ സത്യമായും തങ്ങളെ സമർപ്പിക്കുന്നത് അവരുടെ ഹൃദയങ്ങളിൽ ഇപ്പോൾ തന്നെ അങ്ങയുടെ രക്തം ഇറങ്ങട്ടെ. ഞങ്ങൾക്ക് വേണ്ടി കാൽവരി കുരിശിൽ ഞങ്ങൾക്കായി ചൊരിഞ്ഞ ആ രക്തം കൊണ്ട് ഓരോ മക്കളുടെയും ചിന്തകളെ കഴുകണമേ യേശുവേ. ഇവരുടെ ഹൃദയങ്ങളെ കഴുകണമേ. ഇവരുടെ പഴയ പാപ ജീവിതങ്ങളെ ഇപ്പോൾ തന്നെ കർത്താവ് കഴുകണമേ. കഴുകി ശുദ്ധീകരിക്കണമേ, പുതിയതാക്കണമേ. ഓരോ സഹോദരനെയും ഓരോ സഹോദരിയെയും പുതിയതാക്കണമേ യേശുവേ. മാനസാന്തരപ്പെട്ട് രക്ഷ പ്രാപിച്ച് കർത്താവിനോടൊത്ത് കർത്താവെ പുതിയ ഒരു ജീവിതം നയിക്കുന്നതിനായി ഓരോ മക്കളെയും അങ്ങ് സഹായിക്കണമേ. ഏത് തരത്തിലുള്ള പാപകാര്യങ്ങളാണെങ്കിലും കർത്താവ് മാറ്റങ്ങൾ ഉണ്ടാക്കണമേ യേശുവേ. പാപ സ്വഭാവങ്ങൾ മാറട്ടെ, ക്രൂരമായ സ്വഭാവങ്ങൾ മാറട്ടെ, അസൂയ നിറഞ്ഞ സ്വഭാവങ്ങൾ മാറട്ടെ, നീരസപ്പെടുത്തുന്ന കാര്യങ്ങൾ മാറട്ടെ യേശുവേ. ഇവരുടെ ചിന്തകളെ കഴുകണേ, ഹൃദയത്തെ കഴുകണേ. ഇന്നു മുതൽ കർത്താവെ പുതുക്കം പ്രാപിച്ച പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് കർത്താവിന്റെ സാക്ഷികളായി ജീവിക്കുന്നതിനായി ദൈവമായ കർത്താവ് ഓരോരുത്തരെയും സഹായിക്കണമേ. ഓരോ സഹോദരനും ഓരോ സഹോദരിക്കും ഓരോ കുഞ്ഞിനെയും അങ്ങ് സഹായിക്കണമേ. കർത്താവെ, ഇന്നേ ദിവസം ഏറ്റുപറഞ്ഞ ഓരോരുത്തരെയും ശുദ്ധീകരിച്ച് പുതിയ മനുഷ്യനായി പുതിയൊരു ജീവിതം നയിക്കാൻ അങ്ങ് കൃപ നൽകണമേ. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ദിവ്യനാമത്തിൽ പ്രാർത്ഥിക്കുന്നു നല്ല പിതാവേ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകളെയും അനുഗ്രഹങ്ങളെയും കുറിച്ച് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാക്കുറിപ്പുകൾ കത്തുകളിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവர்களுം ദൈവ ശുശ്രൂഷകരും ഞങ്ങളോടൊപ്പമുണ്ട്.
നാളെയും അതുപോലെ മറ്റന്നാളും സംപ്രേഷണം ചെയ്യാനിരിക്കുന്ന വരുവിൻ പ്രാർത്ഥിക്കാം എന്ന പരിപാടി കുടുംബത്തോടെ കാണാൻ മറക്കരുത്. വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thuthukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.